ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുന്ന വാർത്ത വരുന്നുണ്ട്. കാശ്മീർ വിഷയത്തിൽ അമേരിക്ക മാധ്യസ്ഥം വഹിക്കാം എന്ന അമേരിക്കൻ പ്രസിഡന്റ് വാഗ്ദാനം പ്രധാനമന്ത്രി തള്ളി എന്ന വാർത്ത വരുന്നുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഏതാണ്ട് 35 മിനിറ്റ് ടെലിഫോൺ സംഭാഷണം നടന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വലിയ വിവാദത്തിൽ നിന്ന വിഷയമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ അമേരിക്കയാണത് പ്രശ്നം തീർത്തത് എന്നുള്ള രീതിയിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അത് ഇന്ത്യ തള്ളി. പക്ഷെ അതിൻ്റെ ഇടയിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന് മാത്രമല്ല, ഇനി ആ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് പല വേദികളിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ത്യ ഒരിക്കലും ഇന്ത്യയുടെ ഒരു നിലപാടനുസരിച്ച് ഈ സിംല കരാറ് അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും എന്ത് പ്രശ്നമുണ്ടായാലും അത് നേരിട്ടുള്ള ഇടപെടലിലൂടെ തീർക്കും. വേറെ ഒരു മൂന്നാമത് ഒരു പാർട്ടിയോ രാജ്യത്തെയോ ഉൾപ്പെടുത്തില്ല എന്ന റിട്ടേൺ കരാറുണ്ട്. അതുകൊണ്ട് ഇന്ത്യ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പലതവണ അമേരിക്കൻ പ്രസിഡന്റുമാരെ ഇതിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത്തവണ ട്രംപുമായുള്ള സംസാരത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ള വാഗ്ദാനം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ആ മധ്യസ്ഥതാ ശ്രമം തള്ളിക്കളയുകയും ചെയ്തുവെന്നാണ് വാർത്ത വരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നയമാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഈ തർക്കത്തിലും സംഘർഷത്തിലും വേറൊരു രാജ്യത്തെയും മധ്യസ്ഥരായി ഇടപെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. അത് ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് സുഹൃത്താണെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥത വേണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്.